എള്ളിന്റെ ഗുണത്തെപ്പറ്റിയും അത് കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരുപാട് ആരോഗ്യപരമായ മാറ്റത്തെക്കുറിച്ചും ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയാം. എന്നാലും ഈ ഒരു കർക്കിടക മാസത്തില് ഇതുപോലെ എള്ളുണ്ട റെഡിയാക്കി എല്ലാവരും ഓരോ ദിവസവും ഒന്ന് കഴിച്ചു നോക്കുക ട്ടോ. നമ്മുടെ ശരീരത്തിലെ കാൽസ്യം കൂടാനും അതേപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റി മുടി നന്നായിട്ട് വളരാനും ഒക്കെ ഈ എള്ളുണ്ട നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കരയിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് തിളച്ച് ശരിക്കും കുറുകി വറ്റിയൊന്നും വരണ്ട. ഒന്ന് തിളച്ച് ശർക്കരയൊക്കെ ഒന്നിങ്ങ് മെൽറ്റായി വന്നാൽ മാത്രം മതി. ഇതുപോലെ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് എള്ളൊന്ന് വറുത്തെടുക്കലാണ്. നന്നായിട്ട് കഴുകി ശരിക്കും വെള്ളമൊക്കെ കളഞ്ഞ എള്ള് വെയിലത്ത് വെച്ച് ഒന്നിങ്ങ് ചൂടാക്കിയും കൂടി ഞാൻ എടുത്തതാ കേട്ടോ. അതിനുശേഷം ചൂടായ പാനിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്നിങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ഇങ്ങ് ചൂടായി വന്നോളൂ. ഈ എള്ള് നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ ശരിക്കും പൊട്ടി പൊട്ടി വരും കേട്ടോ. സാധാരണ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് കടുകൊക്കെ ഇടുമ്പോൾ പൊട്ടി പൊട്ടി വരില്ലേ, അതേപോലെ ശരിക്കും പൊട്ടാൻ തുടങ്ങും. നല്ലോണം തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ എള്ളിന്റെ ഒരു മണവും കൂടി വരും കേട്ടോ. എള്ള് നന്നായിട്ട് പൊട്ടി ആ ഒരു നല്ല മണം വരുമ്പോഴാണ് എള്ള് കറക്റ്റായിട്ട് ചൂടായെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ചുമന്ന അവല് 1 കപ്പും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്നുങ്ങ് ചൂടാക്കി എടുക്കുന്നുണ്ട്. അവലൊക്കെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വന്നോളും. വെള്ള അവലെടുക്കരുത്, ഇതേപോലെ ചുമന്ന അവല് വേണം എടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഒന്നുങ്ങ് ചൂടായി വന്നോളൂ. നമ്മൾ കൈ പിടിച്ച് പതുക്കെ ഇതേപോലെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ശരിക്കും ഒന്നുങ്ങ് പൊടിഞ്ഞു പൊടിഞ്ഞു വരും. അതാണ് കറക്റ്റ് ആയിട്ടുള്ള പരുവം. അപ്പോൾ നമുക്ക് അതും മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് കപ്പലണ്ടിയും 1/2 കപ്പ് ബദാമും കൂടി ഒന്നുങ്ങ് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാഷ്നട്ടൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ കപ്പലണ്ടിയും ബദാമും നന്നായിട്ട് ഒന്നുങ്ങ് ചൂടാക്കി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വലിയ ചൂടാറുമ്പോൾ ഒന്നുങ്ങ് പൊടിച്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസിന്റെ ഫ്ലെയിം ഈ സമയത്തൊക്കെ മീഡിയം ലോ ഫ്ലെയിമിലാട്ടോ വെക്കുന്നത്. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട. കപ്പലണ്ടിയും അതേപോലെ തന്നെ ബദാമും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചൂടാക്കി 1 കപ്പ് തന്നെ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് ആ പച്ചമണം ഒന്നിങ്ങ് മാറ്റിയെടുക്കാം. വലിയ ചൂടൊക്കെ ഒന്ന് ആറി വന്നപ്പോൾ മിക്സിയുടെ ജാറിൽ നമ്മുടെ ബദാമും അതേപോലെ തന്നെ കപ്പലണ്ടിയും ഒന്നിങ്ങ് പൊടിച്ചെടുത്തുകൊണ്ടി വരാം. കണ്ടോ, തേങ്ങയുടെ ആണെങ്കിലും പച്ചമണമൊക്കെ നന്നായിട്ട് മാറി ശരിക്കും ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ, അത് ഒരു അരിപ്പയിലൂടെ അങ്ങ് അരിച്ചൊഴിക്കാവേ. എന്തെങ്കിലും കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് മാറി കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതേപോലെ തേങ്ങ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ദിവസമൊന്നും പുറത്ത് വെക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കുറച്ചധികം ദിവസം തന്നെ വെക്കാം. ഇനി നല്ല ടേസ്റ്റിന് വേണ്ടി 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി ശരിക്കും ഒന്നിങ്ങ് തിളച്ച് വരുമ്പോൾ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന എള്ളങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച അവലുണ്ടല്ലോ, അത് കൈകൊണ്ട് നന്നായിട്ട് ഒന്നിങ്ങ് മിക്സ് ആയി കഴിയുമ്പോൾ ശരിക്കും അങ്ങ് പൊടിഞ്ഞു വന്നോളും. അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. വേറെ മിക്സിയുടെ ജാറിലൊന്നിട്ട് പൊടിക്കേണ്ട, കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്നിങ്ങ് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. നമ്മുടെ ശർക്കര പാനിയായിട്ട് നല്ലോണം തന്നെ ഒന്നുകൂടി യോജിപ്പിച്ച് ശരിക്കും വറ്റിച്ചെടുക്കലാണ് ചെയ്യേണ്ടത്. നമ്മളിതാ പൊടിച്ച് വെച്ച ബദാമും അതേപോലെ തന്നെ കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മിക്സായി ശരിക്കും യോജിച്ച് വരട്ടെ. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെയാട്ടോ വെക്കുന്നത്, ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട. ഇനി ഈ വെള്ളമൊക്കെ നല്ലോണം വറ്റി ഈ ഒരു പരുവത്തിൽ എത്തണം കേട്ടോ. ഇതിപ്പോൾ എള്ള് ഉണ്ടയാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതേപോലെ തന്നെ നമ്മളൊന്ന് സൂക്ഷിച്ചു വെച്ച് കഴിച്ചാലും മതി, വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട്. ഞാനിപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ എടുത്ത് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടും കയ്യിൽ കുറച്ച് നെയ്യ് വറ്റി ഇതേപോലെ ഉണ്ട പോലെ ആക്കിയെടുക്കുന്നതേ ഉള്ളൂ. നല്ലോണം തന്നെ മുറുക്ക ഒന്നങ്ങ് പ്രസ്സാക്കി എടുക്കാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള എള്ളുണ്ടയുടെ റെസിപ്പി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്തുകൊണ്ടാണ് ഒരുപാട് ദിവസം പുറത്തൊന്നും വെക്കാൻ പറ്റാത്തത്. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം തന്നെ വെക്കാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ട ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഏറ്റവും ഹെൽത്തി ആയിട്ട്, പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഇതുപോലെ ഓരോ ദിവസം കഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കുക. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.